ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇന്ന് ഞാനും ഇഷക്കുട്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടിൻ ഫിഷ്, അപ്പോൾ ടൂണ എന്നാണ് പറയുക. അപ്പോൾ ടൂണ എങ്ങനെയാണ് മസാല ഇട്ട് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വെള്ളത്തിലുള്ള ടൂണയും ഉണ്ടാകും, എണ്ണയിലുള്ള ടൂണയും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഞങ്ങൾ എണ്ണയിലുള്ള ടൂണ കൊണ്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കി നമുക്കിതിൻ്റെ ഫിഷ് മാത്രം എടുക്കാം, അല്ലെങ്കിൽ എണ്ണയും ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ഇതിൻ്റെ എണ്ണയും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മുടെ ചോറിനും നല്ല ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ടൂണ എങ്ങനെയാണ് മസാല ഇട്ട് ഉണ്ടാക്കാന്ന് നോക്കാം. ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളകും പൊടിയും. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ടിൻ ഫിഷിൽ വെള്ളത്തിലിട്ടതും ഉണ്ടാവും, എണ്ണയിൽ ചേർത്തതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എണ്ണയിൽ ചേർത്തിട്ടുള്ള ഫിഷ് ടിന്നാണ്. അപ്പോൾ നമ്മൾ ഫിഷ് ടിന്നത്തെ എണ്ണയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എണ്ണയും അതിലത്തെ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ്, അതുപോലെ തന്നെ പത്തിരി, ചപ്പാത്തി അതിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും.
അപ്പോൾ നമ്മളെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടിൻ ഫിഷാണ്, നമ്മുടെ ടൂണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടൂണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഒക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ടൂണ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.